ഇവിടെ വർഷത്തിൽ 7 മാസം 8 മാസം മഴ കിട്ടുന്ന സ്ഥലമല്ലേ ഇവിടെ. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഡിസൈനിങ് ഉണ്ടാവണ്ടേ. DPR അങ്ങനെ തയ്യാറാക്കണ്ടേ. അത് തയ്യാറാക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എന്തായാലും ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കാര്യമായിട്ട് ഗൗരവതരമായിട്ട് പരിശോധിക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും പറഞ്ഞിട്ടുള്ളത് നിർമ്മാണം ഏറ്റെടുത്ത NHA ആണ്, പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവരുടേതാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോഴല്ലേ പറയുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നല്ലോ അവർ പറഞ്ഞത്. ഇതെല്ലാം അവരുടെ വകയാണെന്നല്ലേ പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് വിശദാംശങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എത്ര ഇൻവോൾവ് ചെയ്തിട്ടുള്ള കൃത്യമായ വിവരം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയപാതയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോടും ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിത് എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്ന ഒരാളായിരുന്നു, MPമാരുടെ മീറ്റിങ്ങുകളിൽ. ഇതിനകത്ത് ലോക്കൽ സ്റ്റാൻഡ് ആർക്കാണ്? ഇവിടുത്തെ നിങ്ങൾക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കറിയാം ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന്, ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയുന്നവർക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അത്തരം പ്രായോഗികമായിട്ടുള്ള അറിവ് കൂടെ തേടിക്കൊണ്ടായിരിക്കണം അവർ ഇതൊക്കെ ചെയ്യേണ്ടിരുന്നത്. ഇതൊന്നും ചെയ്തില്ല. ഇത് നമ്മുടെ നാട്ടിലിപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ധൃതിയിൽ പെട്ടെന്ന് തീർക്കാനുള്ള ഇതിൽ പോയതായിട്ടാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെന്ന് വിശദമായി പഠിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. DPR തിരുത്തിയിട്ടുണ്ട്, എസ്റ്റിമേറ്റ് എസ്കലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എസ്റ്റിമേറ്റൊക്കെ പിന്നെ തുടങ്ങിയെടുത്ത് ഉണ്ട്. അപ്പം ജനപ്രതിനിധികൾ ചിലത് ആവശ്യപ്പെടും, അതിൻ്റെ പേരിൽ എസ്കലേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സബ് കോൺട്രാക്റ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർ കൊടുത്തിട്ട് അതിനകത്തുള്ള വലിയ വൈഡറായിട്ടുള്ള ഗ്യാപ്പുകൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമുള്ളൊരു പദ്ധതിയായിരുന്നു. അപ്പോൾ അത് നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അത് ഒരു ദുരന്തമായിട്ട് മാറും. അതാണിപ്പോൾ ഇവിടെ കണ്ടത്, ദുരന്തം. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാകണം. അതിനാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വിഷയം അല്ല, അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് ഈ അപകടം നടന്നിട്ട് ഗവൺമെന്റ് ഭാഗത്ത് ഒരു ആൾ പോലും ഇവിടെ ഇരുത്തിയിട്ടില്ല. ഒന്ന് കളക്ടർ വന്നില്ല, മന്ത്രിയുടെ ഭാഗത്ത് ഗവൺമെന്റ് മേഖലയിൽ നിന്ന് ഒരു കുട്ടി ഇതുവരെ സന്ദർശിച്ചു ലീഗ് സംബന്ധിച്ചു. അതെന്തുകൊണ്ടായിരുന്നു കമന്റായി പറയുന്നത്? അല്ല, അതെനിക്കറിയില്ല. എന്തായാലും ഇത് പിന്നെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ കേരളത്തിലെ എല്ലാ പൊതുസമൂഹവും നോക്കുക. നമ്മളെല്ലാം ഇപ്പം ഭാഗ്യം ഈ യാത്ര ഇതൊക്കെ റോഡ് പൂർത്തിയായിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. എത്ര പേരുടെ ജീവൻ പോകുമായിരുന്നു, എന്തുമാത്രം പ്രയാസം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണത്. എന്തായാലും ഈ കാര്യത്തിൽ ഏറ്റവും ഗൗരവതരമായ ഇടപെടൽ നടത്താനാണ് PSC ആഗ്രഹിക്കുന്നത്.